നമസ്കാരം. കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ കഴിഞ്ഞാൽ പിന്നീടുള്ള പയ്യന്നൂരും അതേപോലെ തളിപ്പറമ്പുമാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ കോളിളക്കങ്ങൾ, അതായത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും അവിടെയെല്ലാം സി പി എമ്മിൻ്റെ പ്രമുഖരായ ആളുകൾ സ്ഥാനാർത്ഥികളായി വരികയും ചെയ്തു. അവിടെ ജനങ്ങളുമായി ബന്ധമുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ജനങ്ങൾ സേവനം ചെയ്ത ആ നേതാക്കന്മാർ സി പി എം വിട്ട് ധൈര്യപൂർവ്വം പുറത്തേക്ക് വരികയും അവിടെ ചടങ്ങുകൾ നടത്തുകയും പുസ്തകപ്രകാശനം അടക്കമുള്ള ചടങ്ങുകൾ നടത്തുകയും അങ്ങനെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ പാർട്ടി ഗ്രാമങ്ങളാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ആർക്കും പ്രവേശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ആ പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനുമെല്ലാം പുറത്തേക്ക് വരികയും സ്ഥാനാർത്ഥികളായി വരികയും ചെയ്തത്. ഇത് സി പി എമ്മിനുണ്ടായ ഡാമേജ് ചെറുതൊന്നുമല്ല. ഇതിനിടയിലാണ് തൃക്കരിപ്പൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന തൃക്കരിപ്പൂർ, അതായത് 60 വർഷക്കാലമായി സി പി എം മാത്രം വിജയിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് സന്ദീപ് വാര്യർ എത്തിയോടുകൂടി അവിടെ വലിയ മാറ്റമുണ്ടാകുകയും ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വലിയ ചടങ്ങുകൾ നടത്തുകയും അത് പൊതു സ്ഥലത്തേക്ക് ഒഴുകുകയും ചെയ്തു. സി പി എമ്മിൽ നിന്നുള്ള ഒഴുക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒരു ഏകീകരണം തൃക്കരിപ്പൂരിൽ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവഴി ആ വലിയ നേട്ടങ്ങളിലേക്ക്, വലിയൊരു മാറ്റത്തിലേക്ക് തൃക്കരിപ്പൂർ പോയി. ഇപ്പോൾ ഇതാ തൃക്കരിപ്പൂരിലെ നമ്മുടെ സ്ഥാനാർത്ഥി, തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, അദ്ദേഹത്തിന് ഏറ്റവും അധികം വിരോധികളുള്ള എവിടെയാണ്? BJPയിലാണ്. പ്രത്യേകിച്ചും കെ സുരേന്ദ്രനാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം വേട്ടയാടിയിട്ടുള്ളത് നമുക്കറിയാം. കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വളരെ ദയനീയമായ അവസ്ഥയാണ് സുരേന്ദ്രൻ ഉള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. അതായത് സന്ദീപ് വാര്യർ വന്നപ്പോൾ BJPക്കുള്ളിലെ ഒരു വിഭാഗം പൂർണ്ണമായി അവിടെ കെ സുരേന്ദ്രനെതിരായി തീർന്നു. അതേപോലെ ഇവിടെ കെ സുരേന്ദ്രൻ്റെ ചില BJP അണികൾ സന്ദീപ് വാര്യർക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് CPM BJP ഡീൽ പ്രകാരം വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ്. അതേപോലെ മഞ്ചേശ്വരത്ത് CPM വോട്ട് സുരേന്ദ്രൻ മാറ്റിക്കുത്തി എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും തന്നെ തൃക്കരിപ്പൂരോ അതേപോലെ മഞ്ചേശ്വരത്തോ ബാധിക്കുന്നില്ല. കാരണം മഞ്ചേശ്വരത്ത് ദയനീയമായി സുരേന്ദ്രൻ തോൽക്കാൻ പോണു. അതേപോലെ സന്ദീപ് വാര്യർ പയ്യന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ പോണു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് ചരിത്രപരമായ ഒരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം തൃക്കരിപ്പൂർ പോലെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി മാത്രം വിജയിച്ചു വരുന്ന ഒരു ശക്തി കേന്ദ്രത്തിൽ അവിടെ നിന്ന് വിജയിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊന്നുമില്ല. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ 12,000 മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭയിൽ നേടിയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFിനുണ്ടായിട്ടുള്ളത്. എങ്ങനെയായാലും ചീമേനിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട CPM പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലത്ത്, ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പോലും ഒരാൾക്ക് കഴിയാത്ത സ്ഥലത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രധാനമാണ്. ഞാൻ വിജയിക്കും 100% ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ട്രോജൻ കുതിരയായി സന്ദീപ് വാര്യർ അവിടെ നിന്ന് വിജയിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. CPM പോലും വിലയിരുത്തിയിരിക്കുന്നു അവിടെ സാധ്യത സന്ദീപ് വാര്യർക്കാണ്. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീറ്റായി തൃക്കരിപ്പൂർ മാറും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന കേന്ദ്രങ്ങൾ ഇതോടെ ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ കുത്തക മണ്ഡലങ്ങളടക്കം UDFിനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് CPMൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് സന്ദീപ് വാര്യർ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. തൃക്കരിപ്പൂരിൽ സധൈര്യം പോയി മത്സരിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. എല്ലാ കാലത്തും അവിടെ CPM ആണ് വിജയിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ അനുഭവം? തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ 12 തവണയായി 60 വർഷങ്ങളായി ഇടതുപക്ഷം ജയിച്ചു എങ്കിൽ പോലും അതൊരു CPMന്റെ കോട്ട എന്നൊക്കെ അവകാശപ്പെടുന്നതിൽ അത് യാഥാർത്ഥ്യബോധവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ 11,000-ഓളം വോട്ടുകളുടെ ലീഡ് UDFന് കിട്ടിയിട്ടതാണ്. മറ്റൊന്ന്, കാലങ്ങളായിട്ടുള്ള കള്ള വോട്ടിന്റെയും ഈ രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെയും ഭാഗമായിട്ട് അവിടെ എതിരാളികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെയൊക്കെ നേടിയെടുക്കുന്ന കൃത്രിമമായിട്ടുള്ള വിജയം. അത്തരം
അത്തരം എല്ലാ കാര്യങ്ങൾക്കെതിരെയുമുള്ള ഒരു ജനാധിപത്യത്തിന്റെ പോരാട്ടമായിട്ടാണ് പോയത്. ഉം. അത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ മോചനം ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട്. 60 വർഷത്തെ രാഷ്ട്രീയ അടിമത്തം. സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാം പിന്തുണ കിട്ടിയിട്ടുണ്ട്. നല്ല വിജയം ഉണ്ടാകും. ഈ CPM അണികളിൽ നിന്നുള്ള വികാരം എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഈ CPM-ന്റെ ഇപ്പൊ കയ്യൂർ, ചീമേനി പോലെ, പിലിക്കോട് പോലെയുള്ള CPM-ന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളും അവരുടെ ഈ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതിയും ഒക്കെയാണ് ഉള്ളത്. അവരുടെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതിന്റെ വൈകാരികതയിൽ ജീവിക്കുന്ന കുറെ പാവം മനുഷ്യരുള്ള സ്ഥലങ്ങളാണ്. അവർക്ക് വികസനം എന്താണെന്ന് അവർക്ക് അറിയില്ല. അതല്ലെങ്കിൽ കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രവാഹത്തിൽ ലോകത്ത് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അജ്ഞതയുള്ള, പാർട്ടിയോട് അന്ധമായ ഭക്തിയുള്ള ഒരു പറ്റം മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ ജനാധിപത്യത്തിന്റെ, പുരോഗമനത്തിന്റെ, വികസനത്തിന്റെ സന്ദേശങ്ങളുമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത്. അത് വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ മുന്നേറ്റം പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഉണ്ടാക്കാൻ സാധിക്കും. താങ്കൾക്ക് ഒരു അപകടം പറ്റിയല്ല, പരിക്കേറ്റുള്ള ഒരു കാര്യം കൂടി ഉണ്ടായി. എന്തായിരുന്നു ആ സംഭവം? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അവിടെ ഒരു നെഹ്റു കോളേജിൽ പോയതാണ്. അവിടെ പ്രചരണം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFIയുടെ പ്രവർത്തകർ തടയുകയാണ് ചെയ്തത്. സ്ഥാനാർത്ഥി എന്നുള്ളത് എനിക്ക് എന്റെ ജനാധിപത്യപരമായ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ പ്രചരണം നടത്തിയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സംഘർഷമാണ്. അത് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. പയ്യന്നൂരും അതേപോലെ തളിപ്പറമ്പും പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃക്കരിപ്പൂർ. വർഷങ്ങളായി 60 വർഷമായി CPM ജയിക്കുന്ന സ്ഥലം. അവിടെ താങ്കൾ അട്ടിമറി വിജയം നേടുമോ തവണ? 100% UDF ഐതിഹാസികമായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം തൃക്കരിപ്പൂരിൽ കുറിക്കും. ഒരു സംശയവും വേണ്ട. നല്ല ഭൂരിപക്ഷത്തോടെയുള്ള UDF വിജയം ഉണ്ടാവും. ഈ CPM BJP അണികളിൽ നിന്നുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു പ്രതികരണം? അവിടെ NDAയുടെ 2020 എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നത്. പ്രത്യേകിച്ച് 2020യെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അറിവുമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏത് ഡീലിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരികയാണ്. CPM BJP ഡീൽ ഈ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും ആ ഡീലിനെ അതിജീവിച്ച് തന്നെ UDF ഉജ്ജ്വലമായിട്ട് വിജയം നേടും. എന്തായാലും താങ്കൾ വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. 100% UDF അവിടെ വിജയിക്കും. അത് ചരിത്രപരമായ നേട്ടമായി കാണാം. തീർച്ചയായിട്ടും ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ അതിൽ തൃക്കരിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു അധ്യായമായി ചേർക്കാനുണ്ടാകും. കാരണം സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടും EK നായനാരും അടക്കമുള്ള CPM-ന്റെ ശീർഷരായിട്ടുള്ള നേതാക്കന്മാർ വിജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ UDF ഐതിഹാസികമായിട്ടുള്ള വിജയം നേടുമ്പോൾ അതൊരു ചരിത്രപരമായ വിജയമായിരിക്കും. ഓക്കെ, താങ്ക് യു.